Good morning, all. ഗുഡ് മോർണിംഗ്. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അബ്ദുൾ റസാഖ് സാർ ആണ്. സാർ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സൂപ്പർവൈസർ ആണ്. ഖത്തറിൽ നിന്നാണ് സാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. സാറിനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ, താങ്ക് യു സജന മാം. 378ാമത്തെ ഈ മോർണിംഗ് വിമ്പിൾ സംഘടിപ്പിക്കുന്ന മോർണിംഗ് സർക്കിളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. ഇതിനോടൊപ്പം നല്ലൊരു ഗുഡ് മോർണിംഗ്. ഈ ഒരു പ്ലാറ്റ്ഫോം തന്ന വിമ്പിൾ അക്കാദമി ഡയറക്ടർ ഫൈസൽ സാറ്, ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കോർഡിനേറ്റർ സജ്ജന മാമിനും പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ച് കാണും, റപ്ചർ ആൻഡ് റിപ്പയർ എന്നുള്ളത്. മോർണിംഗ് സർക്കിളിലെ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഒരു മൊബൈൽ റിപ്പയർ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റപ്ചർ ആൻഡ് റിപ്പയർ എന്ന് പറയുന്നത് നമ്മളുടെ ബന്ധങ്ങളിലെ തകർച്ചയും അതിലെ ഒരുമിച്ച് കൂട്ടലും എന്നതാണ്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ടല്ലേ. എന്നെ കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ മാം? ഓക്കെയാണ് സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അച്ഛൻ അമ്മ ബന്ധങ്ങൾ, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഭാര്യ ഭർത്ത ബന്ധങ്ങൾ, അച്ഛൻ മകനുമായിട്ടുള്ള ബന്ധം, മകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ ബന്ധങ്ങൾ നിരവധിയാണ്. പക്ഷെ ഈ ബന്ധങ്ങളെയൊക്കെ നമുക്ക് എപ്പോഴും ഒരേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത, അല്ലേ? ഒരിക്കലും നമുക്ക് ബന്ധങ്ങളെ ഒരേ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല, ഒന്ന് ആൻസർ പറയാവോ സജനമോ? എന്താണ് സർ? ബന്ധങ്ങള് ഓരോ ബന്ധങ്ങളും ബന്ധങ്ങള് നമുക്ക് എപ്പോഴും ഒരേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ചോദ്യം. ഇല്ല. ഇല്ല. ബന്ധങ്ങളിൽ പലപ്പോഴും ഒരു സ്നേഹത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. ഇടയ്ക്കൊക്കെ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാനസികമായ അകൽച്ചയും ഒക്കെ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ റപ്ചർ അഥവാ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ അകൽച്ചയ്ക്ക് ശേഷം പരസ്പരം തെറ്റുകൾ തിരുത്താനും നമുക്ക് സംസാരം വീണ്ടെടുക്കാനും സ്നേഹത്തിലാകാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതിനെയാണ് റിപ്പയർ അഥവാ റീകണക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ബോഡി തന്നെ, പല ഹോർമോണുകളും എല്ലാം തന്നെ. അപ്പോൾ നമ്മളൊരു പിന്നെ ഈ ബയോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു ആളായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം അവിടെ നമുക്ക് മാനസികമായിട്ട് പല പിരിമുറുക്കങ്ങളും പിന്നെ ഉറക്കക്കുറവ്, അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വരെ ബാധിക്കാറുണ്ട്. നമ്മൾ ഒരാളുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നമുക്ക് അവിടെ പിന്നെ പ്രതികരിക്കും. സ്ട്രെസ്സിൻ്റെ രൂപത്തിലാണെങ്കിലും ഉറക്കമില്ലാത്തതിൻ്റെ രൂപത്തിലാണെങ്കിലും ആ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ആവലാതിയുടെ രൂപത്തിലാണെങ്കിലും. അപ്പോൾ ബോഡി തന്നെ സിസ്റ്റത്തെ നമ്മൾ ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ബന്ധങ്ങൾ പിന്നെ തകരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിരിക്കും. ഒന്നല്ലെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് റിപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ഫങ്ഷന് നമ്മൾ പോയ സമയത്ത് അവരെ നമ്മൾ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ അറിയിച്ചില്ല. അങ്ങനെ പല രീതിയിലും നിസ്സാരമായ കാര്യങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരാളുമായിട്ട് പിണങ്ങുന്നത്. പക്ഷേ ഈ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം അത് കോട്ടങ്ങൾ തട്ടുകയും ഒരുപക്ഷെ ആ വ്യക്തി എന്നുള്ളത് ഫാമിലിയിലേക്ക് വരെ പോകാറുണ്ട്.
അങ്ങനെ ഒരു ബന്ധം നമ്മൾ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അത് കാലാകാലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ആ ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് പിന്നെ നാളത്തേക്ക് അത് പോവുകയും ആ വിച്ഛേദം എന്ന് പറയുന്നത് വലിയതായ രീതിയിൽ കുടുങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിലാണ് നമ്മൾ ബന്ധം വിച്ഛേദിച്ചെങ്കിലും പിന്നീട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും അത് എന്ത് കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതെല്ലാം ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അവിടെ മുറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ സൈക്കോളജിക്കൽ പരമായിട്ട് ഈ റപ്ചർ, അതായത് ഈ ഡിസ്കണക്ഷനും കണക്ഷനും എങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്നു, അതെങ്ങനെയൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ബന്ധങ്ങളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ബന്ധം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതല്ല. ബന്ധങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ നല്ലൊരു ബന്ധം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ സംഭവിക്കുന്നവരാണ് മനുഷ്യർ. അപ്പോൾ എപ്പോഴും ഒരേ ബന്ധങ്ങൾ സ്ഥായിയായിട്ട് നിലനിന്ന് പോയി കഴിഞ്ഞാൽ ആ ബന്ധത്തിന് അവിടെ ഒരു രസമുണ്ടാവുകയില്ല. ബന്ധത്തിൽ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും പിന്നെ തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പൂർവാധികം ശക്തമായിട്ട് നമ്മൾ അവരുമായിട്ട് അടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മളുണ്ടാവുകയാണ്. ഇപ്പോൾ നമ്മളുടെ റിലേഷനെ നമുക്കൊരു സർക്കിളായിട്ട് എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒരു സർക്കിളായിട്ട് നമ്മളുടെ ലൈഫിനെ ബന്ധത്തെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ മോർണിംഗ് സർക്കിളിൽ ഇത് ദിവസവും കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. സത്യത്തിൽ മാനസികമായിട്ട് നമ്മൾ എല്ലാവരും പിന്നെ ഭയങ്കര ഒരു അടുപ്പത്തിലാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഇപ്പോൾ സജന മാമ്, പിന്നെ ഇതിൽ കാണുന്ന പല ആളുകളും നമ്മളുമായിട്ട് ഭയങ്കര ഒരു റിലേഷൻ നമ്മൾ പിന്നെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ സത്യത്തിൽ ഇവരുടെ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലും അവരെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ഒരേ ഒരു നമ്മുടെ ലൈഫിലെ ചെറിയൊരു പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു മോർണിംഗ് സർക്കിളിൽ ത്രൂ ആണ് നമ്മൾ ആയിട്ടൊരു പരിചയം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലൈഫിലെ ചെറിയൊരു ഭാഗം പേഴ്സൻറ്റേജ് മാത്രം ബന്ധപ്പെടുത്തിയിട്ട് നമ്മളുമായിട്ടുള്ളൊരു വലിയൊരു കണക്ഷൻ അവിടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സർക്കിളിൽ നമ്മളിപ്പോൾ ഓരോ ഭാഗത്തെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് കൂടുതലും എപ്പോഴും നിങ്ങളോട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കൂടുതലും നമ്മളെക്കുറിച്ചിട്ട് ആരായിരിക്കും നമ്മുടെ റിലേഷനിൽ? ഇപ്പോൾ നമ്മളെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് പോലും നമ്മളെ അറിയാൻ കഴിയില്ല. നമ്മളെക്കുറിച്ച് പൂർണ്ണമല്ല, ഒരു ഏകദേശ ധാരണ ഉള്ളത് ആർക്കായിരിക്കും? ഒന്ന് പറയാൻ കഴിയുമോ? വെരി ഗുഡ്. അതെ അതെ അതെ, താങ്ക് യു മാം. അപ്പോൾ നമ്മുടെ സുഹൃത്തിനായിരിക്കും. ഇപ്പോൾ നമ്മളൊരു മാരേജിന് വേണ്ടി ഒരു അന്വേഷണം നടത്തിയാൽ അവരുടെ സുഹൃത്തുക്കളെയാണ് നമ്മൾ അന്വേഷിക്കാറ്. അപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുകയും നല്ലൊരു ബന്ധം അവരായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. പക്ഷേ എന്നാൽ പോലും പലപ്പോഴും പല തെറ്റിദ്ധാരണകളുടെ പേരിലും സുഹൃത്തുക്കൾ തമ്മിലും നമുക്ക് ചില ബന്ധങ്ങൾ പിന്നെ മാനസികമായിട്ട് ചില സമയത്ത് നമ്മൾ അവരുമായിട്ടും ഒരു കണക്ഷൻ നമ്മൾ വിച്ഛേദിക്കാറുണ്ട്. അത് എന്തിൻ്റെ പേരിലായിരിക്കും, എങ്ങനെയൊക്കെ നമുക്കിത് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ഒരു അമ്മ ഒരു കൊച്ചിനെ വളരെയധികം താലോലിച്ച് പിന്നെ ചിരിപ്പിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ മനഃപൂർവ്വം ആ കൊച്ചിനോട് ചിരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, കളി നിർത്തുക ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ച് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? കൊച്ചിന് സങ്കടമാവും. കൊച്ച് അമ്മയുടെ മുഖത്തേക്കൊക്കെ ചിരിപ്പിക്കാൻ നോക്കും, അങ്ങനെ പറയും ചെയ്യും. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ അമ്മ ഭയങ്കര സ്നേഹത്തോടു കൂടി ഈ കൊച്ചിനെ ചിരിപ്പിക്കുമ്പോൾ കൊച്ചിന് പൂർവാധികം ശക്തമായിട്ട് കൊച്ചിന് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക, ഭയങ്കര ശക്തം. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നമ്മൾ പിന്നെ ഇവിടെ ഒരു കാര്യം, സൈക്കോളജിക്കൽ പരമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്,
നമ്മൾ ചെറുപ്പത്തിലെ മുതൽ നമ്മൾ ഈ ഒരു രണ്ട് ഇമോഷൻസും കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അവിടെ ഒരു അമിഗ്ഡാലയുടെ ഒരു ഹൈജാക്ക് എന്ന് പറയും. അതായത് അവിടെ നമ്മുടെ ലോജിക്കല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് അമ്മ കുറച്ച് നേരത്തേക്ക് ഒന്ന് പിന്നെ കളിപ്പിക്കൽ നിർത്തുമ്പോൾ കൊച്ചിന് പെട്ടെന്ന് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു. അതേസമയത്ത് അമ്മ രണ്ടാമത് കൊച്ചിനെ വാരിപ്പുണരുമ്പോൾ കൊച്ചിന് അവിടെ ഹോർമോൺ അവിടെ പിന്നെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അവിടെ ലോജിക്കായിട്ട് ഒരു കാമ് പിന്നെ പീസ്ഫുൾ ഒരു ഹോർമോൺ അവിടെ കൊച്ചിനുണ്ടാകുന്നു. അപ്പോൾ ഈ ഒരേ സമയം തന്നെ ഈ രണ്ട് ഇമോഷൻസും ചെറുപ്പത്തിലെ തന്നെ കുട്ടികളിലൂടെ രൂപപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ വലുതാവുമ്പോൾ ഈ കുട്ടികൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാനും പിന്നെ അവിടെ എല്ലാ രീതിയിലുള്ള പിന്നെ ഇതുപോലെയുള്ള റപ്ചർ ഡിസ്കണക്ഷൻസ് ഒക്കെ വരുമ്പോൾ മാനേജ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കുട്ടികളല്ല വലുതാവുമ്പോൾ ഇങ്ങനെ ശീലിച്ചു വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതേ സമയത്ത് ഈ ഒരു ബന്ധം പിന്നെ ഈ റപ്ചറും ഇതേപോലെ തന്നെ റിപ്പയറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ വെറും പിന്നെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സുഹൃത്തിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു അകൽച്ച സംഭവിക്കുന്ന സമയത്ത് നമുക്കവിടെ മാനേജ് ചെയ്യാനും ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ നമ്മൾ ഈ ഒരു ഇമോഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമ്മളുമായിട്ട് ഒരു വ്യക്തി പിന്നെ ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടൈം ഔട്ട് പീരീഡ് കൊടുക്കാറുണ്ട്. സാധാരണ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു 3 ദിവസത്തിൻ്റെ ടൈം ഔട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഒരാളുമായിട്ട് പിണങ്ങിയാൽ ഉടനെ തന്നെ നമ്മൾ പിന്നെ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ നിന്നാൽ ഒരു പക്ഷേ അവിടെ ഒന്നും കൂടെ ആ ഒരു അവരുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ ഒന്നും കൂടെ പ്രശ്നം വളരെ വലുതാവും. കാരണം അവിടെ ആ സമയത്ത് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനോ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ പരമാവധി ഒരാളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സംയമനം പാലിക്കുക, അധികം സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ, 1 ദിവസമോ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഒരു 3 ദിവസത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞും നമ്മൾ മിണ്ടിയില്ലെങ്കിൽ പിന്നെ പതുക്കെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പിന്നെ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല, അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും. നമ്മുടെ മനസ്സിൽ തീ എന്നൊക്കെ പറയുന്ന പോലെ എപ്പോഴും ഒരു വിഷമമായിരിക്കും. ഇൻ കേസ് മനുഷ്യൻ്റെ അവസ്ഥയാണ്, നമ്മൾ പെട്ടെന്നൊക്കെ ഒന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ആത്മാക്കൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു ബന്ധം അവിടെ മുറിയുകയും ആ വ്യക്തിക്ക് തന്നെ എപ്പോഴും പിന്നെ കുറ്റബോധം അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ആരുമായിട്ടുള്ള പിന്നെ മനഃപൂർവ്വം പിന്നെ ഒരു ബന്ധം വിച്ഛേദിക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ ആരുടെ പേരിൽ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് പിന്നെ അവരുടെ ഭാഗത്ത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, ആദ്യമായിട്ട് ആരാണോ ആ വ്യക്തിയുമായിട്ട് ഈ ഒരു റിപ്പയറിന് കണക്ഷന് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് നല്ലൊരു മനസ്സിൻ്റെ ഉടമയും അവർക്ക് പിന്നെ പിന്നെ നല്ല ആദ്യമായിട്ട് ആരാണോ അവർക്ക് പോകുന്നത് അവർ നമ്മുടെ പിന്നെ നല്ലൊരു പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ശരീഅത്ത് നിയമം വരെയും പറയുന്നത്. ഇസ്ലാമിക നിയമത്തിൽ അവർക്ക് സ്വർഗം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ വ്യക്തി നമ്മളോട് കണക്ഷൻ ഉണ്ടാക്കാൻ വരുന്ന വ്യക്തിയോട് നമ്മൾ അവിടെ നല്ല രീതിയിൽ പ്രതികരിച്ചില്ല എങ്കിൽ ആ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആ ആളിലായിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ മറ്റുള്ളവർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഓരോ ബന്ധങ്ങളുടെയും ഇപ്പം നമ്മൾ പുതുക്കുന്ന സമയത്ത് സൈക്കോളജിക്കൽ പരമായിട്ട് ചില സ്ട്രക്ചറുകൾ പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തി
ആയിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അവിടെ ഒരു 4 കാര്യങ്ങളാണ് നമ്മളായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അവിടെ അക്നോളജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില സോറി, ഇവിടെ ബാങ്ക് വിളിക്കുന്നതുകൊണ്ടേ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ, നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ബന്ധം വിച്ഛേദിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം അക്നോളജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില കാര്യത്തിൽ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ബന്ധം വിച്ഛേദിക്കുന്ന സമയത്ത് ചില ആളുകൾ തുറന്ന് കാര്യങ്ങൾ പറയില്ല. എന്താണ് അവിടെ അവർ തമ്മിലുള്ള നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കാം, ചിലപ്പോൾ നമ്മളായിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യാതിരിക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്യാത്തത് അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാത്തത്? അപ്പോൾ പരസ്പരം അക്നോളജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. വളരെ മനസ്സിലാക്കിയെടുക്കുക, രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റ് ഫസ്റ്റ് വേണം. രണ്ടാമത് വേണ്ടത് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു നല്ലൊരു മനസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് വേണ്ടത് എമ്പതിയാണ്. എമ്പതി എന്ന് പറയുന്നത് മാനസികമായിട്ട് അവരോട് നമുക്കൊരു വിട്ടുവീഴ്ച മനോഭാവം, അവരോട് ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു മനോഭാവം, അതുപോലെ പിന്നെ ഇമോഷൻ നമ്മളുടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് എത്ര ഒരു, അതായത് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കേൾക്കാം, എങ്കിലും നമ്മളവിടെ ഇമോഷനെ കൺട്രോൾ ചെയ്യും വേണം. ഇനി ഈ ബാരിയേഴ്സ് ടു റിപ്പയർ എന്നുള്ളതാണ്. അതായത് നമ്മൾ ബന്ധം കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ചില തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാകും. അതായത് 2 രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ആ വ്യക്തിയുമായിട്ട് ഷെയിം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈഗോ ത്രെട്ട് ചെയ്യും. അതായത് നമുക്കൊരു നാണക്കേടായിരിക്കും ആ വ്യക്തിയുമായിട്ട് ഇനിയൊന്ന് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്, എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ഈഗോ നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നെ അവിടെ നമുക്കൊരു ഡിഫൻസ് മെക്കാനിസമായിട്ട് അവിടെ നമ്മളെ ആ ഒരു ബന്ധം തുടരാനായിട്ട് ഒരുപക്ഷെ നമ്മളെ അനുവദിച്ചില്ല. പക്ഷേ ഇതൊരു സെക്കൻഡറി റപ്ചറായിട്ട് പിന്നെ മുന്നോട്ട് പോവുകയും അവിടെ ആ ഒരു പ്രശ്നങ്ങൾ പിന്നെ വലിയ രീതിയിൽ ആവുകയും ചെയ്യും. പിന്നെ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ സൈലൻ്റ് പിന്നെ രീതിയിലായിരിക്കും നമ്മളോട് പ്രതികരിക്കുക, സംസാരിക്കാതെ മാറി നിൽക്കുകയും കടുത്തൊരു അവോയ്ഡൻസ് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പരമാവധി അവരോട് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചറിയുകയും ആ പ്രശ്നങ്ങളെ അവിടെ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇനി നമ്മളൊരു വ്യക്തിയെ മാനസികമായിട്ട് വേദനിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് നമുക്ക് അത് ഫീൽ ചെയ്യുക എന്നുള്ളത്, നമ്മൾ സത്യത്തിൽ നമ്മൾ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയുന്നത്, നമ്മളൊരു കല്ല് ഒരു കടലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അഗാധമായ ഗർത്തത്തിലേക്ക്, താഴ്ചയിലേക്ക് ആ കല്ല് വീഴുന്നു. അതുപോലെയാണ് നമ്മൾ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്. അത് എറിയുന്ന വ്യക്തിക്ക് വളരെ എളുപ്പമായിരിക്കാം, പക്ഷേ ഒരിക്കൽ ആ കല്ല് നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ കിട്ടുമോ? ഒരിക്കലും അത് കിട്ടില്ല. അതുപോലെയാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നെ ബന്ധത്തിലെ ഏറ്റവും വലിയ ഒരു പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പാൽ കച്ചവടക്കാരൻ്റെ ഒരു ചെറിയൊരു കഥ പറയാം. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ പാല് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം മറ്റൊരു ഗ്രാമത്തിലേക്ക് പാൽ കച്ചവടം ചെയ്യുന്നത്
അദ്ദേഹത്തിന് കടത്ത് കടന്നിട്ട് വേണം. അപ്പോൾ ദിവസവും അദ്ദേഹം കടത്ത് കടന്ന് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും പാല് കച്ചവടം ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ അദ്ദേഹം ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളുമായിട്ടും നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന നല്ലൊരു പാൽ കച്ചവടക്കാരനാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം ഈ പാൽക്കുപ്പിയിലേക്ക് പുഴയിലെ വെള്ളം കുറച്ച് മിക്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം കച്ചവടമൊക്കെ ചെയ്ത് മക്കളെയൊക്കെ വളർത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമായ സമയത്ത് അദ്ദേഹം ടൗണിൽ പോയി ആഭരണങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വലിയൊരു കാർമേഘം വരികയും പിന്നെല്ലാം മഴ പെയ്യുകയും അന്തരീക്ഷം കൊടുങ്കാറ്റ്, പിന്നെ ഭയങ്കര കാറ്റൊക്കെ മൂലം ഈ വെള്ളം മറിഞ്ഞ് അദ്ദേഹത്തെ വാങ്ങിച്ചു കൊണ്ടുവന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്വർണം ഈ വെള്ളത്തിലേക്ക് പോയി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം ഏതൊരു കാര്യം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആളുകളെ പറ്റിച്ചിരുന്നത്, അല്ലെങ്കിൽ ബന്ധത്തിൽ വിച്ഛേദം നടത്തിയിരുന്നത്, ആ ഒരു കാര്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമാവുന്ന ഒരു സന്ദർഭം അവിടെ പ്രകൃതി തന്നെ അവിടെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. പ്രകൃതി തന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മൾ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പിന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ ഒരിക്കലും അവിടെ നിലനിൽക്കുകയില്ല. ഒരു പക്ഷേ അത് നമ്മൾ സ്വന്തം അഡ്രസ്സ് എഴുതി കത്ത് പോസ്റ്റ് ചെയ്യുന്നത് പോലെ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. ഇതാണ് ബന്ധങ്ങളെ പിന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന, പിന്നെ നല്ല പിന്നെ എന്താ പറയുക, ബന്ധങ്ങളിൽ നമ്മൾ സത്യസന്ധത പുലർത്തുന്നതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി ബന്ധങ്ങൾ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങളും അൺഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങളും. ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, പല ആളുകളും നമ്മളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അവരവിടെ ഒരു പിന്നെ നമ്മളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു അവോയ്ഡൻസ് അറ്റാച്ച്മെൻറ്റ്. അതായത് ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, അത് നമുക്കൊരു പേഴ്സണലായിട്ട് ഒരു നേട്ടം അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു ഒറ്റ കാര്യം ഉണ്ടായിരിക്കാം. പക്ഷെ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ പാരൻസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുമായിട്ട് ഉള്ള ഒരു അറ്റാച്ച്മെൻ്റാണ്. അവിടെ നമുക്ക് എന്തെല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ആ ഒരു ബന്ധം നമ്മൾ ഒരിക്കലും മുറിക്കാൻ നമ്മൾ സമ്മതിക്കാറില്ല. പക്ഷേ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടത്തേക്കാൾ നമ്മളൊരു മാനുഷികമായ ഒരു പരിഗണന അവരെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ആ വ്യക്തികളുമായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും അവരോട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അവരുടെ പിന്നെ ഷെയർ ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ നമ്മളുടെ കാര്യങ്ങളും അവരുമായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ആണെങ്കിൽ പോലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമുക്കൊരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റിപ്പയറിന് വേണ്ടത് ഓപ്പൺനെസ് മൈൻഡാണ്. അവിടെ നമ്മൾ തുറന്നു സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻറ്റിമസി ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ നമ്മളൊരു ബൗണ്ടറീസും അതേപോലെ തന്നെ നമ്മുടെ ഡിസയേഴ്സും നമ്മുടെ ഒക്കെ മനസ്സിലാക്കി വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു ബന്ധമാണെങ്കിൽ, അതായത് ആ വ്യക്തിയുമായിട്ട് നമുക്ക് എന്തൊക്കെ ആ വ്യക്തിയോട് നമുക്ക് ചോദിക്കാം, അവർ പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ഒരു ഹെൽത്തി ആയിട്ട് ഒരു റിലേഷൻ നമുക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റും. ഇനി അതേ സമയത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ അവിടെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഒരു ആങ്ഷ്യസ് ഫീലിംഗ് ആയിരിക്കും. അത് ട്രസ്റ്റ് നമുക്ക് കുറയും. എപ്പോഴും നമ്മൾ ആ വ്യക്തിയെ എപ്പോഴും ഒരു
പിന്നെ ബന്ധം നമ്മൾ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഇപ്പോൾ പിന്നെ ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ പല സമയത്തും ഓപ്പൺനെസ് ഞാൻ നേരത്തെ പറഞ്ഞു, തുറന്നു പറയാത്തതിൻ്റെ പേരിൽ ചില റപ്ചറുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്രമേണ അത് വലിയൊരു സംഭവത്തിലേക്ക് പോകുമെന്ന് സൂചിപ്പിച്ചു. അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ്, അവർക്കൊരു ഭാര്യയ്ക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് 6 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത്. അദ്ദേഹത്തിന് ജോലി തിരക്കുകളും അങ്ങനെ പല കാരണങ്ങളായിട്ട് അദ്ദേഹത്തിന് വൈകി വന്നു. പക്ഷേ ഈ ഒരു 6 മണിക്ക് വരേണ്ട ആൾ ഒരു 7-7:30 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പോൾ അത്രയും നേരം പിന്നെ റെഡി ആയിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് അവിടെ ഈ ഭർത്താവിനോടൊരു റപ്ചർ ഉണ്ടായി, അകൽച്ചയുണ്ടായി. അങ്ങനെ ഭർത്താവ് വീട്ടിൽ വന്നു. ഭാര്യ ദേഷ്യപ്പെട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പക്ഷേ പോകുന്ന സമയത്ത് ഈ ഭാര്യയ്ക്ക് റപ്ചർ ഉണ്ടായ കാര്യം ഹസ്ബൻഡിനെ അറിയാം. അവിടെ 2 രീതിയിൽ പ്രതികരിക്കാം. ഒന്നല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഹസ്ബൻഡ് അവിടെ ആ റപ്ചർ മനസ്സിലാക്കിയിട്ട്, ഞാൻ വരാൻ താമസിച്ചത് ഇന്ന കാരണമായിരുന്നു, എനിക്ക് പിന്നെ വിളിച്ചു പറയാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ നമ്മുടെ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാര്യയോട് നമ്മൾ തുറന്നു തന്നെ പറയണം, നിനക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞോളൂ. നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും അവിടെ റപ്ചറിൻ്റെ ആ കാരണം നമ്മൾ തുറന്നു തന്നെ പറയണം, മനസ്സിൽ വച്ചിരിക്കാതെ റപ്ചർ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ ഇനി അത് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാതിരിക്കാനുള്ള പിന്നെ നടപടികൾ, ഫ്യൂച്ചർ പ്ലാൻ അവിടെ ചെയ്യണം. പിന്നെ അത് പിന്നെ നിനക്ക് ഉണ്ടായ വിഷമം പോലെ തന്നെ എനിക്കും ഉണ്ടായി, എന്താണ് കാരണം? പെട്ടെന്ന് എനിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ റോഡിൽ ട്രാഫിക് ആയിരുന്നു. അങ്ങനെ നമുക്കുണ്ടായ കാരണങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറയണം. പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും കാര്യമാണ്. ഇപ്പം ഇവിടെ ഈ റപ്ചർ അവിടെ ആ സ്പോട്ടിൽ അവിടെ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ പലപ്പോഴും അങ്ങനെ ഇതിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി, അങ്ങനെ വലിയ വലിയ പ്രശ്നത്തിലേക്ക് അത് പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പോലും വ്യക്തമായിട്ട് നമ്മൾ ഓപ്പൺ മനസ്സോടുകൂടി നമ്മൾ തുറന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ അതവിടെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ബന്ധങ്ങൾ നമുക്ക് സുദൃഢമാക്കാം എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ ഒരു റപ്ചർ ആൻഡ് റിപ്പയറിനെ കുറിച്ചിട്ട് പറയാനുണ്ടായ ഒരു കാരണം ഈ ഒരു ബുക്കാണ്. ഈ അടുത്ത് ഞാനിത് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇടാം. മനോഹരമായ ഒരു കാവൽ എന്ന് പറയുന്ന ഡോക്ടർ PK ഹവ്വ എഴുതിയ ഒരു ബുക്ക്. ഇത് വായിച്ചപ്പോൾ സത്യത്തിൽ ഈ ബന്ധങ്ങളുടെ വില എനിക്ക് മനസ്സിലായി. കാരണം ഇവർ ഈ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് അവർ എഴുതിയിരിക്കുന്നത്, ഇവരൊരു പിന്നെ 2 കുട്ടികളുടെ ഒരു മാതാവാണ്. അവരുടെ ഹസ്ബൻഡ് ദുബായിലോ മറ്റെവിടെയാണ്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ലേഡിക്ക് ഒരു ബ്രെയിൻ ട്യൂമർ വരികയാണ്. സത്യത്തിൽ വേറെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് കാലിന് ഒരു തളർച്ച തോന്നിയ സമയത്ത് ഡോക്ടർ ചെക്ക് ചെയ്യാൻ പോയ സമയത്ത് ബ്രെയിൻ ട്യൂമർ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ സ്ത്രീക്ക് മാനസികമായിട്ട് ഇവരുടെ അസുഖത്തേക്കാൾ കൂടുതൽ മാനസികമായിട്ട് വലിയൊരു മുറിവ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവരുടെ മാതാവായിട്ട് പിണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷക്കാലമായിരുന്നു. അവർ സത്യത്തിൽ അവരുടെ മക്കളെ പോലും അവരെ കാണിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അത് വളരെ നിസ്സാരമായ തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു. അങ്ങനെ ഇവർ ഡോക്ടറെ കണ്ടു, സർജറിക്ക് വേണ്ടി ഡോക്ടർ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഇവരുടെ മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധം. അവരുടെ അമ്മയ്ക്ക് തുല്യമാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഈ 4 വർഷത്തിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഇവർ അമ്മയെ വിളിക്കുകയാണ്. അങ്ങനെ അമ്മയെ വിളിച്ചിട്ട് ഇവർ പൊരുത്തപ്പെടുവിക്കുകയാണ്. കാരണം ബ്രെയിൻ ട്യൂമറാണ്, ഇനി ഒരു സർജറി സക്സസ് ആയില്ലെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ ആരൊക്കെയായിട്ടാണോ അവർക്ക്
മാനസിക അല്ല ഒരു ബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത്. അവരുമായിട്ട് അവർ ഫോണിൽ കണക്ട് ചെയ്തു. അങ്ങനെ ഒരു 4 വർഷത്തിന് ശേഷം ഇവർ ഈ അമ്മയുമായിട്ട് സംസാരിച്ച് അമ്മ സംസാരിക്കുന്ന സമയത്ത് അവർ പിന്നെ അമ്മയുടെ മറുപടി കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര അത്ഭുതം വരുന്നത്. അവിടെ യാതൊരുവിധ ഇത്രയും വർഷം ഒരു മിണ്ടാതിരിക്കുന്നതിൻ്റെ ഒരു ഒന്നും കൂടാണ്ട് അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുഖമായിട്ട് തിരിച്ചു വരൂ എന്നുള്ളൊരു വാക്കാണ്. ഇവരുടെ ആ ഒരു വാക്ക് തന്നെ ഇവർ പറയുകയാണ്, ഇവരുടെ അസുഖം എല്ലാം മാറി എനിക്കൊരു ജീവിതത്തിലേക്ക് ആ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ തിരിച്ചു വന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഇവർക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബന്ധത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് നിങ്ങളോട് കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും ബന്ധങ്ങളെക്കുറിച്ചും അത് വിച്ഛേദിച്ചാലുള്ള ദോഷങ്ങളെക്കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നന്ദി, നമസ്കാരം. നല്ലൊരു പ്രഭാതം ദിവസം നേർന്നുകൊള്ളുന്നു. താങ്ക് യു. Thank you, sir. Thank you, sir. നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നമ്മളെല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ കളയുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി തന്ന സാറിന് ഏറ്റവും നല്ല നന്ദി. ഓക്കെ, താങ്ക് യു കോമളവല്ലി മാം. ഗുഡ് മോർണിംഗ് റസാഖ് സാർ. ഹായ്, വെരി ഗുഡ് മോർണിംഗ് സീന മാം. നല്ലൊരു സെഷൻ. അതായത് ഏറ്റവും നമുക്ക് ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം പിന്നെ ഈ പറഞ്ഞതുപോലുള്ള പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ് പല ബന്ധങ്ങളും ഇല്ലാതാവണതും. അത് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റുള്ള ആ ബുക്കിനെ പരിചയപ്പെടുത്തിയതും എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ആ ബുക്കിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും അത് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടായി. സാർ അത് എന്തായാലും ഗ്രൂപ്പിൽ പേരും ഓത്ര പേരും കൂടെ ഒന്ന് സെൻഡ് ചെയ്യണം. നല്ലൊരു പ്രത്യേകിച്ച് ഞാൻ സാറിൻ്റെ ഇന്നത്തെ ക്ലാസ് പ്രതീക്ഷിച്ചത് മെഡിക്കൽ ഫീൽഡിലുള്ള ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു ടോപ്പിക് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ചിന്തിച്ചത്. എപ്പോഴും അങ്ങനെയുള്ള ടോപ്പിക് അല്ലേ, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു ടോപ്പിക്കാണ് ഇന്നത്തതും. വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. താങ്ക് യു റസാഖ് സാർ. ഓക്കെ, താങ്ക് യു സീന മാം. ഡോക്ടർ രാജൻ. സൗണ്ട് ഇല്ല സാറിൻ്റെ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഹായ്, വെരി ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഇത്തിരി താമസിച്ചാണ് കയറിയത്. എങ്കിലും സാറ് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് വല്ലാതെ ടച്ചായി. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പൊ അത് എത്രമാത്രം ആണ് ഒരു മനുഷ്യനെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ അത് അപ്പോഴപ്പോഴേ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിരിക്കും. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ പലരും അത് ശ്രദ്ധിക്കാറില്ല. അതാണ് അതിനകത്ത് ഒരു ഹൈലൈറ്റ്. പക്ഷെ അത് സാറത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേ പിന്നെ അത് ശരിക്കും മനസ്സിനെ വല്ലാതെ അതൊരു പല അനുഭവങ്ങളും പല സാഹചര്യങ്ങളിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അത് നമ്മളെ ഓർമ്മപ്പെടുത്താനും അത് അങ്ങനെയുള്ള സംഗതികൾ ആവർത്തിക്കാതിരിക്കാനും എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചത് അത് നല്ല രീതിയിൽ അത്
ചെറിയ ചെറിയ കഥകൾ പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതിന് സാറിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. പിന്നെ ആ ബുക്കിന്റെ പേരെന്തായിരുന്നു സാർ? മനോഹരമായ കാവൽ. മനോഹരമായ കാവൽ. ഞാനത് ഗ്രൂപ്പിലിടാം. ഏത് നല്ല എവിടെ കിട്ടാനാണ് സാധ്യത? ഇതെല്ലാ ബുക്ക് ഉണ്ടെന്ന്. യുവത ബുക്ക് ഹൗസിന്റെ ഇത് യുവത ബുക്ക് ഹൗസിൽ ആണ് ഇതിന്റെ പബ്ലിഷ്. മനോഹരമായ ജിസിലൊക്കെ കാണുമായിരിക്കും അല്ലേ? ഉണ്ടാവും ഉണ്ടാവും. മനോഹരമായ കാവൽ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാൻ ശ്രമിക്കും. അത് ഈ പിന്നെ വിംബിൾ മോർണിംഗിന്റെ ഓരോ ക്ലാസ്സുകളും ഓരോ എന്താ പറയുന്നത്, ഒരു എല്ലാവരും കേൾക്കുകയും അതിനകത്തുനിന്ന് പാഠങ്ങൾ പഠിക്കുകയും, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതിരിക്കുന്ന കാര്യങ്ങൾ പലതുമാണ് ഈ ഓരോ സെഷനിലും നമ്മുടെ മുമ്പിലെത്തുന്നത്. വളരെ നല്ലൊരു എന്താ പറയുന്നത്, ഇതിന്റെ സംഘാടകർ കൊണ്ടുപോകുന്ന, അത് താങ്കളെപ്പോലുള്ള നല്ല ആൾക്കാര് എന്നുവെച്ചാൽ നല്ല പറഞ്ഞ് മനസ്സിലാക്കി തരാന് നല്ല കഴിവുള്ള ആൾക്കാരെയാണ് ഓരോ പ്രഭാതത്തിലും കൊണ്ടുവരുന്നത്. സംഘാടകർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇനി ആരാണ്? ജേക്കബ് സാർ, ബിജു സാറൊക്കെ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് റസാഖ് സർ. ഹായ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പിക്. സീനമാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, വളരെ വ്യത്യസ്തമായ ടോപ്പിക്കുകളും സാറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റിയല്ലോ. വളരെ ഫ്രജൈലായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പെട്ടെന്നാണ് നമുക്ക് റിലേഷൻഷിപ്സിലാണല്ലോ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത എപ്പോഴും. നമുക്ക് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പലപ്പോഴും ചിലപ്പം ഒരു നിമിഷത്തെ ചിന്തകളാണ് പെട്ടെന്ന് പല ബന്ധങ്ങളും ഇല്ലാതായി പോകുന്നത്. പിന്നെ ചിലപ്പം റിപ്പയർ ചെയ്യാൻ പറ്റാതെ എന്നൊക്കെ ഒരു വലിയ വലിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് അതിൽ നിന്നൊക്കെയാണ്. നമുക്ക് വ്യത്യസ്തമായിട്ട് ഓരോ സിറ്റുവേഷൻസിലേക്ക് പോകുന്നതും വലിയ വിഷമങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെയാണ്. എനിവേ, നന്നായിട്ട് സാർ എടുത്തു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജേക്കബ് സാർ. ഇന്ന് സൂസൻ മേഡം ഇല്ലേ? സാധാരണയായിട്ട് സൂസൻ മേഡം മാമെന്ന് പള്ളി പോണ ദിവസം കണ്ടില്ല. സൂസൻ മേഡം ആദ്യം ആദ്യം പ്രതികരിക്കുന്നത് സൂസൻ മേഡം. റാവു സാറേ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് നല്ല മോർണിംഗ്. ടോപ്പിക്കായിരുന്നു. ഈ റിലേഷൻഷിപ്പ് പലപ്പോഴും ചെറിയ കാര്യങ്ങളാണ് വലിയ ഇഷ്യൂ ആവുന്നത്. അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മളത് ശരിയാക്കാൻ ശ്രമിക്കാറുമില്ല. അപ്പം അതൊന്നും കൂടെ ഉണർത്തി. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ ഒരു കാര്യം, അത് എനിക്കും അനുഭവം ഉള്ളതാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ വഴക്ക് കൂടിയാൽ ഉടനെ തന്നെ റിപ്പയർ അത് ശരിയാക്കിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലേ. പക്ഷെ അതിന് ശ്രമിക്കും തോറും കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. അപ്പം അതിനൊരു സമയം കൊടുക്കണം. തീർച്ചയായിട്ടും ഗിവ് ഇറ്റ് എ ടൈം അല്ലേ. മറ്റേ ആൾക്ക് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അതെ അതെ, അത് നന്നായിട്ട് തന്നെ പറഞ്ഞു. ബുക്കിന്റെ കാര്യം പറഞ്ഞതും വളരെ നന്നായി. എന്തായാലും വാങ്ങിച്ചു നോക്കണം.
രാജേന്ദ്രൻ സാർ തീർച്ചയായിട്ടും. ചോദിച്ചിരുന്നല്ലേ ബുക്കിന്റെ കാര്യം, ആമസോണിൽ കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബുക്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സാറ് ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാം. താങ്ക് യു. പറ്റുമെങ്കിൽ ലിങ്കും കൂടെ അയച്ചാൽ നന്നായിരുന്നു. ആ, അയക്കാം. താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. സാർ പറഞ്ഞ ഓരോ പോയിന്റും ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ സാർ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു തെറ്റിദ്ധാരണ മൂലമൊക്കെ ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടാവും. പിന്നെ അതിങ്ങനെ സംസാരിച്ച് നമ്മളത് തെറ്റിദ്ധാരണ ഒക്കെ മാറ്റി ഒന്നിതാവുമ്പോ പിന്നെ വീണ്ടും ഒന്നും കൂടെ സ്ട്രോങ് ആവണം റിലേഷൻ. അത് അതെ അതെ. എക്സ്പീരിയൻസ് ചെയ്ത് എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു ടോപ്പിക്കും. കാരണം ഒരു മനുഷ്യന് ഏറ്റവും വലിയ വേണ്ട ഒരു സാധനമാണ്. സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു റിലേഷനിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സമാധാനം ഭയങ്കരമായിട്ട് പോകും. അപ്പൊ അത് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, താങ്ക് യു സഹന. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു. താങ്ക് യു ഓൾ. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു. താങ്ക് യു.